ഇന്ന് നമുക്കൊരു അടിപൊളി കോവക്കുപ്പേരിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. പണ്ടൊക്കെ വീട്ടിൽ എപ്പോഴും കോവയ്ക്ക ഉണ്ടാകുന്നതിനുണ്ട് അധികം ഉപ്പേരി ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയായി, ഇപ്പോൾ വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കോവയ്ക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അധികം അരിഞ്ഞ് പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഏകദേശം ഈ പരുവത്തിലൊക്കെ എടുക്കാം. അതിനുശേഷം ആ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ടിട്ട് പൊട്ടിക്കുക കേട്ടോ. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ഇല്ല കേട്ടോ, ചെറുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് അതൊക്കെ ചതച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വാണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ കോവയ്ക്കയിലേക്ക് പിടിക്കണം. നമ്മളൊരു കാര്യം ഇട്ടിട്ടില്ല, ഉപ്പാണ് പ്രധാനമായിട്ട് ഇടേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ഇടാം. അത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇടാതെ ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇടാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. അത് ഞാൻ ആ മിക്സിയിട്ട് ജാറിൽ തന്നെ ഒഴിച്ച് കഴുകി അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തള വരുന്ന സമയത്ത് കോവയ്ക്ക അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കുക കേട്ടോ. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്കത് തുറന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് വരട്ടി എടുക്കണം കേട്ടോ. തുറന്ന് വെച്ച് നന്നായി ഇളക്കി വേവിക്കുക. അല്ലെങ്കിൽ അതൊരു കൊഴുത്ത പോലെ ഇരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ വരട്ടി എടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായി വരും കേട്ടോ. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവേ. ഏകദേശം ഈ പരിവൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്താം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.